ഇതൊരു വെള്ളിമൂങ്ങ ചത്ത് കിടക്കണം. രാഘവൻ വിളിക്കുന്നുണ്ട്. രാഘവൻ. രാഘവ, നിനക്കറിയാലോ ഇവിടുത്തെ പലിശ നിരക്ക്? നീ എന്റെ ഇന്ന് 10,000 രൂപ മേടിച്ചതാണ്, അറിയാലോ. പലിശയുടെ കൂട്ടുപലിശയും മുതലാണ് കൂട്ടി അടുത്ത ആഴ്ച എനിക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും ഞാൻ, അറിയാലോ. അതാണ് അവനത് അങ്ങനെ സംസാരിക്കണം. ഈ ശാഠ്യം വേണം, അല്പം കൂടെ ദേഷ്യം പറഞ്ഞ മുതലാളിക്ക്. നീ എന്നെ ഒത്തിരി സൂചിപ്പിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, കണക്ക് കാണിക്കും. കണക്കൊക്കെ പക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ എല്ലാം എഴുതി പിടിച്ചേ. ചന്തയിൽ പോയതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്റെ ചെലവ് ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. എന്നാ യാത്രാ ചെലവ് 150 രൂപ. നിനക്ക് മാർക്കറ്റ് വരെ പോണേന് 150 രൂപ. വണ്ടിക്കാണോ നീ പോയത്? ഈ വണ്ടിക്കല്ലെന്ന് 8 കിലോമീറ്റർ നടന്നു തന്നെ പോയത്. പിന്നെ ഈ 150 രൂപ വന്ന എങ്ങനെ? വെയില് ഭയങ്കര. ഞാൻ കുട വാങ്ങിച്ചു പിടിച്ചത്. പിന്നെ കുട ചൂടിപ്പോ നീ ഷാറുഖ് ഖാനല്ലേ? എന്തിനാ മുതലാളി ഇങ്ങനെ? ഇത് എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഏടാ, ഞാൻ ഉണ്ടാക്കുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകിയല്ല. ഞാനേ ഈ തുപ്പലം വിഴുങ്ങിയും അതുപോലെ തന്നെ ആൾക്കാരെ പറ്റിച്ചു ഉണ്ടാക്കിയതാ ഈ കാണുന്നത്. ഉമ്മയാണോ ചേച്ചിയൊക്കെ 24 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥന കാര്യങ്ങൾ പറഞ്ഞ അമ്പലത്തിൽ പോയിരിക്കുന്നത്? അമ്പലത്തില്